ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 90. നമ്മളിന്ന് 17ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അതിൽ 1 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം 1ലെ ദേവത മരുത്തുക്കളാണ്. മരുത്തുക്കൾ എന്ന് പറയുന്നത് പ്രപഞ്ചം 79 മരുത്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണ്. അത് 7 ലോകങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. 7 ലോകങ്ങളാണ്. ഓരോ എണ്ണത്തിലും 7 വീതം മരുത്തുക്കളുണ്ട്. അങ്ങനെ 7 49 മരുത്തുക്കൾ കൂടിയതാണ്. ഇതെല്ലാം ഇങ്ങനെ കറങ്ങുന്ന ഗോളങ്ങളാണ്, ഗോള സമൂഹങ്ങളാണ്. ആ പ്രപഞ്ചഘടന നമ്മൾ ഇതിനു മുമ്പിൽ വിസ്തരിച്ചതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ മരുത്തുക്കൾ കറങ്ങുന്നതനുസരിച്ചാണ്, അത് ഭയങ്കര വലിപ്പമുള്ളതാണ്. ആ കറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഭൂമിയിൽ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണല്ലോ കാലാവസ്ഥ സീസൺസ് ഉണ്ടാകുന്നത്. ഈ സീസൺസിനെ മഴയെല്ലാം സ്വാധീനിക്കുന്നുണ്ട് ഈ മരുത്തുക്കളുടെ ചലനം. അപ്പം ഈ മരുത്തുക്കൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്നാണ് 1ാമത്തെ മന്ത്രത്തിൽ പറയുന്നു. ഇത് ഊർജപതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഊർജത്തിൻ്റെ എല്ലാം ആദ്യ സ്രോതസ് മരുത്തുക്കളാണ്. മരുത്തുക്കളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ സൂര്യനും നമ്മുടെ ഗ്രഹങ്ങളെ ഭൂമിയെല്ലാം വെറും നിസ്സാരമാണ്. അത്രയും വലുതാണ് മരുത്തുക്കൾ. അത് വായുവിനെ പോലെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായു നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന തന്നെ വായുവാണ്. പിന്നെ അന്തരീക്ഷത്തിൻ്റെ എല്ലാ കാര്യത്തിനും വായു ഉണ്ടല്ലോ. അത്രയും പ്രാധാന്യമുണ്ട് മരുത്തുക്കൾക്ക് എന്ന് പറയുകയാണ്. പിന്നെ ഞങ്ങൾക്ക് അന്നം നൽകുവാനായിട്ട് മേഘങ്ങളെ വർഷിക്കുക എന്ന് പറയുകയാണ്. മേഘങ്ങളെ വർഷിക്കുന്നതിൽ മരുത്തുക്കൾക്ക് നല്ല പങ്കുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ നല്ല വർഷകാലം കിട്ടുന്നത് ഈ മരുത്തുക്കളുടെ ചലനം മൂലമാണ്. അപ്പോൾ അന്നം കിട്ടും. മഴ പെയ്ത് കഴിഞ്ഞാൽ അന്നം കിട്ടുമല്ലോ. ഞങ്ങൾക്ക് വേണ്ടി എന്തും തരണം? ഔഷധ സസ്യങ്ങളിലും വനസ്പതികളിലും ഊർജത്തെ നിറക്കുക. അപ്പോൾ സസ്യങ്ങൾ, ആ സസ്യങ്ങളിലുണ്ട് എന്തുണ്ട്? മരുന്നുകളുണ്ട്. ഔഷധ സസ്യങ്ങളിലെല്ലാം മരുന്നുകളുണ്ട്. ഈ വനസ്പതികളിലും ഊർജത്തെ നിറക്കുക. നമുക്ക് വേണ്ട ഊർജ്ജം കിട്ടുന്നത് സസ്യങ്ങളിൽ നിന്നാണ്, ചെടികളിൽ നിന്നാണ്, അതിനുള്ള മരുന്നുകളിൽ നിന്നാണ്, അതിൽ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അവയെല്ലാം ഊർജത്തിൻ്റെ സ്രോതസ്സാണ്. മഴയിലൂടെ അവയെല്ലാം ശക്തിപ്പെടുത്തുന്നത്, ഊർജത്തെ ശക്തിപ്പെടുത്തുന്നത് മരുത്തുക്കളാണ്. ഈ ഊർജഗതി വായുവേഗ സമാനത്തോടു കൂടിയതാണ്. വായു സഞ്ചരിക്കുന്ന തരത്തിലാണ് ഈ ഊർജം. ഈ മരുത്തുക്കളുടെ ചലനം കൊണ്ട് നമ്മൾ ഊർജം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങയുടെ മേഘസംബന്ധിയായ ശക്തി, മേഘങ്ങളെ മഴ പെയ്യിക്കാനുള്ള അങ്ങയുടെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ മഴ പെയ്യുന്നതിന് ചില കാലത്തെല്ലാം ഭയങ്കര മഴ പെയ്യുന്നതിന് കാരണം, അതിവർഷത്തിന് കാരണം ഈ മരുത്തുക്കളുടെ ചലനമാണ്. ശാസ്ത്രലോകത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതേസമയം നമുക്കത് അതേ വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. വേദനകൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ചിലയിടത്തെല്ലാം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് നാശങ്ങൾ സംഭവിക്കുന്നതിന് പിന്നിൽ ഈ മരുത്തുക്കളുടെ ശക്തിയുണ്ട്. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ വിദ്വേഷിക്കുന്നവരോട് നേരെ ചെല്ലട്ടെ എന്ന് പറയുന്നത്. ദോഷമെല്ലാം നമ്മുടെ ശത്രുക്കളുടെ നേരെ ചെല്ലട്ടെ, നമ്മളെ ഉപദ്രവിക്കരുത് എന്ന് പറയുകയാണ്. ഇനി 2 ദേവത അഗ്നിയാണ്. അഗ്നി ഊർജമാണ്. ഊർജം എന്ന നിലയിൽ അതുകൊണ്ട് അഗ്നിയോട് പറയുകയാണ്, ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഗോക്കളാദികൾ സന്തോഷത്തെ തന്നുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ഗോക്കളെല്ലാം വേണം. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഗോക്കളിൽ നിന്ന് കിട്ടുന്ന പാല് തന്നെയാണ് നമ്മളിന്ന് ഏറ്റവും മുഖ്യമായത്. ധാന്യങ്ങളും പാലും അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെയാണ്. അതെല്ലാം നമ്മളിലേക്ക് വന്നെത്തട്ടെ. അപ്പം അഗ്നി ഊർജത്തിലൂടെയാണ് ഇതെല്ലാം നമ്മിലേക്ക്, പാലിലൂടെയാണ് നമുക്ക് വേണ്ട ഊർജങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. പാലുണ്ടാകണമെങ്കിൽ ചെടികളുണ്ടാണ്. ചെടികൾ സൂര്യൻ്റെ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ചെടികൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പാല് കുടിച്ചിട്ടാണ് നമ്മൾ ശക്തി കിട്ടുന്നത്. അപ്പം
ഗോക്കളിൽ നമുക്ക് സന്തോഷം നൽകിക്കൊണ്ട് നമ്മുടെ അടുത്തെത്തട്ടെ. അത് 1ഉം 10ഉം 100ഉം 1000ഉം 10000ഉം ലക്ഷവും ദശലക്ഷവും കോടിയും 10 കോടിയും 100 കോടിയും 1000 കോടിയും മഹാത്മ സംഖ്യയും 10 മടങ്ങ് ശംഖവും 10 മടങ്ങ് സമുദ്രവും 10 മടങ്ങ് മധ്യമവും 10 മടങ്ങ് പദാർത്ഥവുമാകട്ടെ, അങ്ങനെ അത് ഇരട്ടിയായിട്ട് മാറട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുണ്ട്. നമ്മൾ ഗോത്ര കാലഘട്ടത്തിൽ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആവുമ്പോഴേക്കൊന്ന് നോക്കിക്കോ. അന്ന് ഗോത്ര കാലഘട്ടത്തിൽ എല്ലാ ചെടികളൊന്നുമില്ല. ഇന്നത്തെ ചെടികൾ എന്തെല്ലാം തരം ചെടികൾ അന്ന് കുറേയുണ്ട്. അന്നുള്ള ചിലത് നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്നാവുമ്പോൾ അത് ഇരട്ടിയായിട്ട് ഉൽപ്പന്നങ്ങൾ കൂടിയായിട്ട് 1ഉം 10ഉം 100ഉം 1000 കോടിയായിട്ട് അങ്ങനെ വർണ്ണിച്ച് പറയുകയാണ്. അതല്ലേ എങ്ങനെയാണ് ഭക്ഷണമായി മാറുന്നത്? അഗ്നിയുടെ സഹായത്താലാണ്, ഊർജം ഉപയോഗിച്ചിട്ടാണ് ആകുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെടികളെല്ലാം ഇങ്ങനെ വളർന്നിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിഭവങ്ങളെല്ലാം ഉണ്ടായി മാറുന്നത്. സൂര്യൻ്റെ ഊർജത്തിൽ നിന്നാണ് പഴങ്ങളും ധാന്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ആരാണ്? അഗ്നിയാണ്. അങ്ങനെ എൻ്റെ യജ്ഞവേദിയിൽ ആനന്ദമുണ്ടാകട്ടെ. ഞാനും യജ്ഞം നടത്തുന്നുണ്ട്. കൃഷി ചെയ്യുന്നത് നമ്മളെല്ലാം തന്നെയാണ്. അതിലൂടെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും ഇരട്ടിയായിട്ട് മാറ്റുന്നത്. അതിലൂടെ നമുക്ക് ആനന്ദം കിട്ടട്ടെ. ക്ഷീരം നൽകുന്ന പശുവിനെ പോലെ അടുത്ത ലോകത്തിലും എനിക്ക് ആനന്ദം ലഭിക്കട്ടെ. ക്ഷീരം നൽകുന്ന പശുവിനെ പോലെ. പശുവാണ് നമുക്ക് ക്ഷീരം നൽകുന്നത്. അതിലൂടെയാണ് നമുക്ക് വേണ്ട ഊർജവും ശരീരത്തിന് വേണ്ടതെല്ലാം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് അഗ്നി. പാലിലുള്ളതും എന്താണ്? ഊർജം തന്നെയാണ്. അതുപോലെ അഗ്നിയും ഈ ലോകത്തിലും മറ്റു ലോകങ്ങളിലും അടുത്ത ലോകത്തിലും എല്ലാം എനിക്ക് ആനന്ദം നൽകട്ടെ എന്ന് പറയാണ്. കാരണം അഗ്നിയാണ് അടിസ്ഥാന, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള അടിസ്ഥാന വസ്തു അഗ്നിയാണ്. അഗ്നിയെപ്പറ്റി തന്നെയാണ് 3-ാമത്തേലും പറയുന്നത്. ഋതുക്കളുടെ ക്രമം ഋതമാണ്. ഋതുക്കൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? അഗ്നിയുടെ വ്യത്യാസം കൊണ്ട് തന്നെയാണ്. ഉഷ്ണകാലത്തിൽ അഗ്നി ഒരു പ്രത്യേക ഉഷ്ണം. ചിങ്ങമാസത്തിലെല്ലാം നല്ല സുഖമുള്ള ഉഷ്ണം. തണുപ്പ് കാലത്ത്. അപ്പോൾ ഇതെല്ലാം അഗ്നി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നീ ആനന്ദം നൽകുന്ന വസന്തത്തെ പോലെയാണ്. വസന്തകാലത്ത് ഇത്രയും ആനന്ദം നമുക്ക് കിട്ടുന്നത് ആ പ്രത്യേക തരത്തിലുള്ള ചൂട് അന്തരീക്ഷത്തിലുള്ളത് കൊണ്ടാണ്, അഗ്നി ഉള്ളത് കൊണ്ടാണ് വസന്തകാലം. വസന്ത ഋതുവിലെ ആഹ്ലാദത്തെ പോലെ നിങ്ങൾ സത്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പം ഈ ആനന്ദം എല്ലാം നൽകുന്നതിന് പിന്നിലുള്ള, ഇവിടെ എന്ത് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്നും അതിൻ്റെ പിന്നിലുള്ളതല്ല, എല്ലാം പിന്നിലുള്ളത് ഈ അഗ്നി തന്നെയാണ്. വെണ്ണയും മധുവും സ്രോതസ്സുകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന പ്രകൃതി വിഭവങ്ങൾ, വെണ്ണയിലൂടെയാണ് നമുക്ക് വേണ്ട ഊർജം കിട്ടുന്നത്, മധുവിൽ നിന്നാണ്. ഇത്തരം സ്രോതസ്സുകളിൽ എന്ത് വേണം? സംരക്ഷിക്കപ്പെടണം. അതായത് അവയൊന്നും നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം, പാലും വെണ്ണയെല്ലാം കിട്ടുന്നത് നട്ടാൽ ദുരുപയോഗം ഒരിക്കലും ചെയ്യരുത്. അവയെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അതൊക്കെയും ആഗ്രഹങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് ആവശ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ ഇതെല്ലാം അത്യാവശ്യമുണ്ട്. വെണ്ണ ആവശ്യമുണ്ട്, മധു ആവശ്യമുണ്ട്, എല്ലാം അത്തരം സ്രോതസ്സുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ സ്രോതസ്സുകളെ ഒന്നും ഒരിക്കലും നശിപ്പിക്കരുത്. അവ നമ്മൾക്ക് സന്തുഷ്ടി നൽകട്ടെ, എപ്പോഴും നമുക്ക് സന്തുഷ്ടി നൽകട്ടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യത്തെ പറ്റിയാണ് പറയുന്നത്. നാളത്തേക്ക്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയെല്ലാം സംരക്ഷിക്കണം, അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കണം എന്നെല്ലാം പറയുകയാണ്. ഇനി 4-ലും അഗ്നി തന്നെയാണ് ദേവത. നമ്മൾ എല്ലാ ദിക്കിൽ നിന്നും അങ്ങയെ സമീപിക്കുകയാണ് എന്ന് പറയുകയാണ്.
എല്ലാ ദിക്കിൽ നിന്നും ഏത് ലോകത്തിൽ നമ്മൾ പോയാലും അഗ്നി വേണം. നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോയാൽ അഗ്നി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. അവിടെ ഭക്ഷണം പാകം ചെയ്യേണ്ടിക്ക് അഗ്നി വേണം. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ്. തിന്നാൻ എന്തെങ്കിലും സാധനം കിട്ടിയേ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി നിൽക്കും വേണം, എങ്കിലേ നമുക്ക് ഊർജം കിട്ടുകയുള്ളൂ. എല്ലാ ദിക്കിൽ നിന്നും നമ്മൾ അങ്ങയെ സമീപിക്കുകയാണ്. അങ്ങ് ആകാശത്തിൽ വെച്ച് ഞങ്ങൾക്ക് മംഗളകരമായ സന്തോഷം നൽകിയാണ്. ആകാശത്തിൽ നിന്നാണ് അഗ്നിയുടെ സ്രോതസ്. സൂര്യനിൽ നിന്നാണ് അഗ്നി. എല്ലാ ഊർജത്തിൻ്റെയും സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പം ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് മംഗളകരമായ സന്തോഷം അങ്ങ് നൽകിയാൽ. ഇനി 5ലും അഗ്നി തന്നെയാണ് ദേവത. സംരക്ഷണത്തിനായി ഞങ്ങൾ അഗ്നിയെ സമീപിക്കുന്നു. ഊർജത്തെ സംരക്ഷണത്തിന് നമ്മളെ ശരീരത്തിൻ്റെ ചൂട് പോയാൽ, നമ്മളെ ശരീരത്തിനെ നിലനിർത്തുന്നത് ചൂടാണ്. ആ ചൂട് താണുപോയാൽ ചത്തുപോകും ഇല്ലേ? അപ്പം ശരീരത്തെ സംരക്ഷിക്കുന്നത് അഗ്നിയാണ്. നമ്മളെ ഭക്ഷണത്തിലൂടെ ഊർജം കിട്ടുന്നുണ്ട്. അതാണ് നമ്മളെ നിലയിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. നമ്മളെ ശത്രുക്കളെ ആക്രമിക്കേണ്ടെങ്കിലും നമ്മൾ അഗ്നിയെ തന്നെയാണ്, ബോംബെല്ലാമാണ് ഉപയോഗിക്കുന്നത്. യജ്ഞം ചെയ്യുവാണ്ടെങ്കിൽ നമുക്ക് അഗ്നി വേണം. അപ്പം നമ്മുടെ സംരക്ഷണം അഗ്നിയിലൂടെയാണ്. അങ്ങയുടെ മനോഹരമായ വാക്കുകൾ ഞങ്ങൾ ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, മനോഹരമായ വാക്കുകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വേദവാക്കുകൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സയൻസാണ് വേദത്തിലുള്ളത്, സയൻസാണ്. അപ്പം സയൻസിലൂടെ ഞങ്ങൾ നിന്നെ ശുദ്ധീകരിച്ചെടുക്കട്ടെ. അഗ്നിയെ നമ്മൾ എങ്ങനെയെല്ലാം ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്? ഊർജത്തെ, ജലത്തിൽ നിന്നുള്ള ഊർജം, ആ വെള്ളം ഒഴുകുന്ന ഊർജത്തെയാണ് നമ്മൾ വൈദ്യുതിയായിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയം പെട്രോളും ഡീസലും എല്ലാം ഉപയോഗിച്ചിട്ട് ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് വൈദ്യുതി രൂപത്തിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളതിനെ ശുദ്ധീകരിച്ച് പല രൂപത്തിലേക്ക്, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന തന്നെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചിട്ടല്ലേ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ പലതരത്തിൽ ശുദ്ധീകരിച്ചിട്ട് സൗകര്യപ്രദമായ രീതിയിലേക്ക് നമ്മൾ ഉപയോഗിക്കട്ടെ എന്ന് പറയുകയാണ്. 6 അഗ്നി തന്നെയാണ് ദേവത. ഭൂമി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ നടുവിൽ, ഭൂമിയിലെ ഐശ്വര്യത്തിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്ത് തന്നെയാണ്? ഹേ അഗ്നി, അഗ്നിയാണ്. ഭൂമിയിലെ ഐശ്വര്യത്തിനെല്ലാം കാരണം ഊർജമാണ്. അങ്ങ് തിളങ്ങിയാലും, അങ്ങ് തിളങ്ങി നിൽക്കണം. സൂര്യനിൽ തിളങ്ങി തന്നെയാണ് അഗ്നി നിൽക്കുന്നത്, ഊർജം. അങ്ങയുടെ ഊർജം വർദ്ധിപ്പിക്കട്ടെ. ഈ ഊർജം എപ്പോഴും വർദ്ധിച്ച അളവിൽ നമുക്ക് ലഭിക്കട്ടെ. അതായത് പ്രകൃതിയിൽ നിന്ന് പലതരത്തിൽ ഊർജം നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം കൂടുതൽ കൂടുതൽ കിട്ടട്ടെ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഊർജം നമ്മുടെ ഉന്നതിക്ക്, രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക്, ലോകത്തിൻ്റെ ഉന്നതിക്ക് അത്യന്താപേക്ഷിതമാണ്. അങ്ങ് അഗ്നി ജീവിത സത്തയുടെ പ്രതീകമാണ്. ജീവിതത്തിൻ്റെ പ്രതീകം തന്നെയാണ് അഗ്നി. അഗ്നിയാണ് നമ്മൾ മനുഷ്യരുണ്ടാകാൻ കാരണം ഭൂമിയിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ്. അഗ്നിയിലൂടെയാണ് ഈ മഴയെല്ലാം ഇങ്ങനെ സൈക്ലിക്കായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഋതുക്കൾ ഉണ്ടാകുന്നത്, പലതരം സീസൺസ് ഉണ്ടാകുന്നത്, അതിലൂടെയാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം എന്താണ്? ജീവിത സത്തയുടെ പ്രതീകമാണ് അഗ്നി. അഗ്നി തന്നെയാണ് ഋതുക്കളായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. പല ഓരോ സീസൺസിൽ ഓരോ അഗ്നി. നല്ല ചൂടുകാലം, തണുപ്പ് കാലം, അതിലൂടെയാണ് ചെടികളെല്ലാം വളരുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. മധുര വാക്കുകളാലും ശക്തിയാലും ഞങ്ങൾ നിന്നെ സമീപിക്കുന്നു. അതായത് അങ്ങനെയുള്ള നിന്നെ, അഗ്നിയെ, മധുര വാക്കുകളാലും അങ്ങ് ഞങ്ങളെ സമീപിച്ചാൽ, പല രൂപത്തിൽ അങ്ങ് ഞങ്ങളെ സമീപിച്ചാൽ. അഗ്നി പല രൂപത്തിൽ നമ്മളെ സമീപിക്കുന്നുണ്ട്. എങ്ങനെയെല്ലാം സമീപിക്കുന്നുണ്ട്? വെളിച്ചമായിട്ട് സമീപിക്കുന്നുണ്ട്, ചൂടായിട്ട് സമീപിക്കുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് സമീപിക്കുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ അഗ്നി നമ്മളെ സമീപിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗൃഹജീവിതം സന്തോഷപൂർണ്ണമാകട്ടെ. അങ്ങനെ നമ്മളെ ഗൃഹജീവിതം സന്തോഷമാകട്ടെ. വീട്ടിലെ സന്തോഷത്തിന് കാരണം എന്താണ്? എന്തെല്ലാം തരത്തിൽ അഗ്നി ഉപയോഗിക്കുന്നത്? വെളിച്ച രൂപത്തിൽ,
ചൂട് രൂപത്തിൽ ഇസ്തിരിപ്പെട്ടി, ഓവന്, അങ്ങനെ പലത്, ഇലക്ട്രോമാഗ്നറ്റിക്, റേഡിയോ, TV, മൊബൈൽ, ഇങ്ങനെയെല്ലാം. പിന്നെ ഭക്ഷണ രൂപത്തിൽ ഊർജം, കഴിക്കുന്ന ഭക്ഷണം, ശരീരത്തിനുള്ള ഊർജം. ഇങ്ങനെ നമ്മൾ ഇതെല്ലാം യഥേഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മളെ ഗൃഹജീവിതം സന്തോഷപ്രദമാകട്ടെ. ഇനി 7, അതും അഗ്നി തന്നെയാണ് ദേവത. ഈ സ്ഥലങ്ങളൊക്കെയും ഹേ അഗ്നി സമുദ്രങ്ങൾക്ക് വേണ്ടി നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമുദ്രത്തിൻ്റെ പ്രാധാന്യം സമുദ്രങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്ഥലങ്ങളെല്ലാം. കാരണം സ്ഥലമാണോ കൂടുതൽ, ജലമാണോ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലം കുറച്ചേ ഉള്ളെങ്കിൽ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ജലം എന്ന് പറയാം. നേരെ മറിച്ച് സമുദ്രം കൂടുതലും ഭൂമി കുറച്ചുമാണെങ്കിൽ എന്ത് പറയാം, സമുദ്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. സമുദ്രം കുറേ വേണം. അതാണ് അന്തരീക്ഷം, കാലാവസ്ഥയെല്ലാം നിയന്ത്രിക്കുന്ന ഘടകം. എന്നിട്ട് താമസിക്കേണ്ട ആവശ്യത്തിന് ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഭൂമി ഉണ്ടാക്കിയതിനു വേണ്ടിയാണ്. ഇവിടെ താമസിക്കേണ്ട മനുഷ്യർക്ക് വേണ്ട സ്ഥലം ഇവിടെയുണ്ട്, യഥേഷ്ടമുണ്ട്. നമ്മൾ പോയി കടലിൽ പോയി താമസിക്കേണ്ടിയൊന്നും വരുന്നില്ല. അത് മീൻ മേടിക്കാൻ പോകുന്നതാണ്. നേരെ മറിച്ച് സമുദ്രം കുറച്ചും കര കൂടുതലായി പോയിരുന്നെങ്കിൽ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരും. വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ വെള്ളം യഥേഷ്ടമുണ്ടാകണം. അതാണ് സമുദ്രം കൂടുതലും ആക്ക് താമസിക്കേണ്ട ഭൂമി. ഗൃഹപതി ജീവിതം നയിക്കട്ടെ. ഗൃഹപതി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർ, അവരാണ് ജീവിതം നയിക്കട്ടെ. എങ്ങനെയാണ് ജീവിതം നയിക്കുന്നത്? നമുക്ക് യഥേഷ്ടം ജലം തന്നിട്ടുണ്ട് സമുദ്രം എന്ന നിലയിൽ. ആ ജലം ഉയർന്നിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത്. മഴയായിട്ട് പെയ്തിട്ട് നമുക്ക് താമസിക്കാനുള്ള വീടുകളും സ്ഥലങ്ങളും തന്നിട്ടുണ്ട്. അവിടെ വീട് വെച്ച് നിങ്ങളെ ഗൃഹപതികൾ സുഖമായിട്ട് താമസിക്കുക. നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യണം. പക്ഷെ എന്ത് വേണം? നല്ല പ്രവർത്തികൾ ചെയ്യണം. എല്ലാവർക്കും ഗുണകരമായ പ്രവർത്തി ചെയ്യണം. ഇങ്ങനെ സ്ഥലങ്ങളൊന്നും വാരിപ്പിടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാതെ, സ്ഥലം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സ്ഥലവും സമുദ്രവും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനെ എല്ലാവരും നല്ല നിലയിൽ ഉപയോഗിക്കുക, കർമ്മം ചെയ്യുക. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞാൽ. അതിന് അഗ്നിയെയും തന്നിട്ടുണ്ട്. അഗ്നിയോട് പറയുകയാണ് നമ്മൾ അനുഗ്രഹം ചൊരിഞ്ഞാൽ. 8 അഗ്നി തന്നെയാണ് ദേവത. അഗ്നി ജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണ്. എല്ലാ ജ്ഞാനങ്ങളും അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കാരണം അഗ്നി ഉണ്ടെങ്കിൽ എന്തൊക്കെ ജ്ഞാനം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അഗ്നി ഉണ്ടെങ്കിലേ അതിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സാമ്പാറാക്കി മാറ്റാൻ പറ്റും. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം, ശക്തി എല്ലാം അതിൽ വരും. നല്ല വാക്കുകളാൽ മനുഷ്യ ഹൃദയങ്ങൾ ഒന്നായി തീരട്ടെ. എല്ലാ മനുഷ്യരും മനസ്കരായിട്ട് ജീവിക്കണം. ഇത് ഈ ലോകം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്കരായിട്ട് ജീവിക്കണം. അതെന്ത് ആശയമാണ്? അതാണ് അവസാനം, ലോകാവസാനം അങ്ങനെ ഒരു ലോകമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ മനസ്സരായിട്ട് ഹൃദയത്തിൽ മനസ്ഥിതി ഉണ്ടാകട്ടെ. എല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്താഗതി മനസ്സിലുണ്ടാകട്ടെ. ഇതാണ് വേദങ്ങൾ പറയുന്നത്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ തമ്മിൽ തല്ലി പിരിച്ച് നടക്കുന്നത്. എല്ലാ വേദങ്ങളും ഇത് തന്നെയാണ് പറ്റുന്നത്. നല്ല വാക്കുകളാൽ മനുഷ്യ ഹൃദയങ്ങൾ ഒന്നായി തീരട്ടെ. മനുഷ്യ ഹൃദയങ്ങൾ ഒന്നാകണം. ഇവിടെ വിഭാഗീയതയും എല്ലാം ഉണ്ടാക്കിയിട്ട് ലോകത്തെ തമ്മിൽ തല്ലിപ്പിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ, ഇത്തരം ഗ്രന്ഥങ്ങളുടെ പേരിൽ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ സത്യം പറയുകയും അന്യോന്യം പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ. സത്യം പറയണം. അതുമാത്രമല്ല, അന്യോന്യം പ്രേരിപ്പിക്കണം. പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കണം എല്ലാവരും. അതാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേരിൽ തല്ല് പിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതിൻ്റെ പേരിൽ? ഇത്തരം ഗ്രന്ഥങ്ങളുടെ പേരിൽ തന്നെ. എവിടെ വേദങ്ങൾ എടുക്കുമ്പോഴും ഈ ഉപദേശമാണ് കിട്ടുന്നത്.
നമ്മൾ ചെയ്യുന്നത് അതിന് നേരെ കട്ടക്ക വിരുദ്ധമാണ്. എന്തെല്ലാം ഈ വേദങ്ങളിൽ എഴുതിയിട്ടുണ്ടോ അതിൻ്റെ നേരെ എതിരാണ് നമ്മൾ അതേ ഗ്രന്ഥത്തിൻ്റെ പേരിൽ ഇവിടെ അടിച്ചു വിടുന്നത്. ഇനി 9, അഗ്നി പരിശുദ്ധനാകുന്നു. അഗ്നി മാത്രമേ പരിശുദ്ധമായ ഒരു സാധനമുള്ളൂ. വെള്ളമെല്ലാം കേടായി പോകും, നമ്മൾ ചീത്തയായി പോകും. നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കുടിക്കാൻ പറ്റും? ഇല്ല, അതെല്ലാം അശുദ്ധമാകും. തുണി തുടച്ചാൽ അശുദ്ധമാകും. പക്ഷെ അഗ്നി മാത്രം എന്ത് സാധനം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും അഗ്നി ശുദ്ധമാണ്. ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനാണ്. അവനാണ് ശത്രുക്കൾ ഇതൊക്കെ ബോംബെല്ലാം ഉണ്ടാക്കിയിട്ട് അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സത്യത്തെ അസത്യത്തിൽ നിന്നും മാറ്റുന്നവൻ അങ്ങാണ്. അഗ്നി എപ്പോഴും, ഊർജം എപ്പോഴും സത്യത്തെ അസത്യത്തിൽ നിന്ന് മാറ്റും. കാരണം സത്യത്തെ അസത്യത്തിൽ നിന്നും, തെറ്റായതിൽ നിന്ന് അസത്യത്തെ സത്യത്തിലേക്ക് നയിക്കുന്നത് അഗ്നി ഉപയോഗിച്ചുകൊണ്ടാണ്, ഊർജം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അതൊന്നും നടക്കില്ല. നമ്മളിപ്പോൾ അധർമ്മത്തിനെതിരായിട്ട് പോരാടുന്നുണ്ടെങ്കിലും അത് ഊർജമാണ്, ശക്തിയാണ്. അങ്ങ് ഈ യജ്ഞത്തിലേക്ക് വന്നെത്തിയാൽ, അതുകൊണ്ട് അഗ്നിയോട് പറയുകയാണ്, നീ നമ്മുടെ യജ്ഞങ്ങളിലെല്ലാം ഒരു യജ്ഞവും അഗ്നിയില്ലാതെ ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിന് തികയുന്ന കാര്യങ്ങളൊക്കെയും ദേവതകൾ തന്നത്. ദേവതകൾ തന്നെ ഈ പ്രപഞ്ച വസ്തുക്കൾ, നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന വസ്തുക്കളെല്ലാം അങ്ങ് നൽകിയാൽ, എന്തെല്ലാം വസ്തുക്കൾ ഈ ജീവിതത്തിൽ നമുക്ക് വേണോ അതെല്ലാം അങ്ങ് നൽകിയാൽ, അതിൽ അഗ്നി മാത്രമല്ല, കിട്ടുന്ന വസ്തുവിൽ നിന്നെല്ലാം ഊർജവും എല്ലാം തന്നെയാണ് കിട്ടുന്നത്. 10, അഗ്നി ഞങ്ങളുടെ ബോധമണ്ഡലത്തെ ശുദ്ധമാക്കി തീർക്കട്ടെ. നമ്മളെ ബോധം, മനസ്സിനെ ശുദ്ധമാക്കട്ടെ. നമ്മളെ ചിന്തകളും എല്ലാം അഗ്നിയിലൂടെയല്ല നടക്കുന്നു. ഒരു ഭക്ഷണം കഴിക്കാതെ ചിന്തിക്കാൻ പറ്റും. അപ്പം അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിലുള്ള ഊർജത്തിലൂടെയാണ് ചിന്തകൾ. ആ ചിന്തകൾ എന്തായി തീരട്ടെ? നല്ല ചിന്തകളായിട്ട് തീരട്ടെ. വഴിയിലെത്തുന്ന ആ ശത്രുക്കളെ, അശ്വങ്ങൾ എങ്ങനെയാണോ നശിപ്പിക്കുന്നത് അതുപോലെ നമ്മളുടെ അജ്ഞാനവും നശിപ്പിക്കട്ടെ. ശക്തി ഉപയോഗിച്ചാണ് നമ്മളെ ശത്രുക്കളെ, അശ്വങ്ങൾ എന്ന് പറയുമ്പോൾ ശക്തിയായിട്ടെടുക്കാം, ശക്തിയായിട്ടെടുക്കാം. ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശത്രുക്കളെ നേരിടുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അജ്ഞാനവും നശിക്കട്ടെ. അഗ്നി ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളിലൂടെ, ഉയർന്ന ചിന്തക്ക് അഗ്നി വേണം, ഊർജം ഉപയോഗിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ചിന്തയിലൂടെ എന്ത് സംഭവിക്കട്ടെ? നമ്മൾ അജ്ഞാനങ്ങൾ മാറട്ടെ. എന്നിട്ട് നമ്മൾ പുതിയ ലോകത്തിൽ, ശാസ്ത്രലോകത്തിൽ ജീവിക്കട്ടെ. അടുത്തതിൽ കാണാം.